തിരുവല്ലയിലെ സ്പായിൽ ഗുണ്ടാപിരിവ് നൽകാത്തതിന് ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവല്ല ചുമത്ര സ്വദേശി വക്കൻ എന്ന പ്രശോഭനെയാണ് പോലീസ് പിടികൂടിയത്. റാന്നിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4 കേസിൽ ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ സംസ്ഥാനം വിട്ടതായാണ് സൂചന. ഇരുവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കർണാടകയിലേക്ക് മുങ്ങിയതായാണ് പോലീസ് സംശയിക്കുന്നത്. അതിനിടെ കേസിലെ മുഖ്യപ്രതിയായ കുറ്റപ്പുഴ പാപ്പനവേലിൽ സുബിൻ അലക്സാണ്ടർ ചാക്കോയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തേക്കാണ് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചത്. ജീവനക്കാരിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തത് സുബിനായിരുന്നു. ഗുണ്ടാപിരിവല്ല, സ്ഥാപനത്തെ തകർക്കാനുള്ള കൊട്ടേഷനാണ് നടന്നതെന്ന് സ്ഥാപനത്തിന്റെ ഉടമ ആദ്യം പ്രതികരിച്ചിരുന്നു. എന്നാൽ പരാതി നൽകിയില്ല. പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച സുബിനിൽ നിന്ന് കൊട്ടേഷൻ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കും. തിരുവല്ലയിലുള്ള മറ്റൊരു കപ്പ കേസ് പ്രതി വിവിധ സ്പാകളിൽ നിന്ന് ഗുണ്ടാപിരിവ് വാങ്ങാറുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇയാളുടെ സംഘമാണ് സുബിൻ. എന്നാൽ ആ വഴിക്ക് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയില്ല. പീഡനത്തിനിരയായ യുവതിക്കൊപ്പം സ്പായിൽ ജോലി ചെയ്യുന്ന മറ്റൊരു യുവതിക്ക് സുബിന്റെ സംഘത്തിലെ ചിലരുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം പോലീസ് തുടങ്ങിയിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച സുബിനിൽ നിന്ന് ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്.